കോഴിക്കോട് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുന്നു. 12-കാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? എന്തായാലും കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഫറൂഖ് സ്വദേശിയായ 12 വയസ്സുകാരനാണ് ഇപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഫറൂഖ്, ഈ കുട്ടിയുടെ സ്ഥലം എന്ന് പറയുന്നത് ഫറൂഖ് കോളേജിനടുത്ത ഇരുമൂടിപ്പുറമ്പ് സ്വദേശിയാണ് ഈ കുട്ടി എന്നാണ് മനസ്സിലാക്കുന്നത്. രോഗലക്ഷണങ്ങളുമായി കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ കുട്ടിയെ കോഴിക്കോട് നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നത്. തുടർന്ന് പരിശോധന നടത്തുകയായിരുന്നു. ഇപ്പോഴാണ് അമീബിക് മെനിഞ്ചൈറ്റിസ് പോസിറ്റീവാണ് കുട്ടിക്ക് എന്ന് അധികൃതർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. ഈ രോഗലക്ഷണങ്ങൾ കാണപ്പെടുന്നതിൻ്റെ 6 ദിവസം മുൻപ് ഈ കുട്ടി ഫറൂഖ് കോളേജിനടുത്തുള്ള അച്ഛൻകുളത്തിൽ കുളിച്ചിരുന്നു. അവിടെ നിന്നും രോഗബാധ ഏറ്റു എന്നാണ് സംശയിക്കുന്നത്. തുടർന്ന് രാമനാട്ടുകര നഗരസഭയിലെ ആരോഗ്യവകുപ്പിന് കീഴിലുള്ള ആശാ വർക്കർമാർ ചേർന്ന് ഈ കുളത്തിൽ കുളിച്ചിരുന്നവരുടെ വിശദാംശങ്ങളെല്ലാം തന്നെ തേടിയിരുന്നു. പ്രധാനമായും കഴിഞ്ഞ 16-ാം തീയതി മുതൽ കുളത്തിലെത്തിയവരുടെ വിശദാംശങ്ങളായിരുന്നു അവർ ശേഖരിച്ചിരുന്നത്. ആർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ആരോഗ്യവകുപ്പിനെ അറിയിക്കണമെന്ന് അറിയിച്ചിരുന്നു. മാത്രമല്ല, ഈ അച്ഛൻകുളം താൽക്കാലികമായി അടയ്ക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് അവിടെ നിന്നും കുളിച്ച ഒരു കുട്ടിയാണ്. സാധാരണ അവസാന വാരം മലപ്പുറം മുന്നിയൂരിലെ പുഴയിൽ കുളിച്ച ഒരു കുട്ടിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരത്തെ തുടർന്ന് മരണം സംഭവിച്ചിരുന്നു. ഒരു 5 വയസ്സുകാരിയാണ് അന്ന് 5 വയസ്സുകാരിയായ മുന്നിയൂരിലെ പെൺകുട്ടിയാണ് അന്ന് മരണപ്പെട്ടിരുന്നത്. മാത്രമല്ല, ഈ അച്ഛൻകുളത്തിൽ മലപ്പുറത്ത് നിന്നുള്ള ആളുകൾ ഉൾപ്പെടെ നീന്തൽ പരിശീലനത്തിനായി എത്താറുമുണ്ട്. അങ്ങനെ ആരെങ്കിലും എത്തി അവിടെ നിന്നും അങ്ങനെ പടർന്നു എന്നാണ് സംശയിക്കുന്നത്. എന്തായാലും ജലജന്യ രോഗമാണ് ഇത്, ഈ അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്നത്. കൂടാതെ തന്നെ ഇക്കഴിഞ്ഞ ജൂൺ 12-ന് പൂളിൽ കുളിച്ചിരുന്ന ഒരു പെൺകുട്ടി ജൂൺ 12-ന് കോഴിക്കോട് ചികിത്സയിൽ കഴിയവേ കണ്ണൂർ സ്വദേശിനിയായ 13-കാരി മരണപ്പെട്ടിരുന്നു. ആ കുട്ടിക്കും ഈ അമീബിക് മസ്തിഷ്ക ജ്വരമാണെന്ന് കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചിരുന്നു. അങ്ങനെ അമീബിക് മസ്തിഷ്ക ജ്വരം മൂലം 2 പേർ കോഴിക്കോട് ജില്ലയിൽ ചികിത്സയിലുണ്ടായിരുന്ന ഒരു മലപ്പുറം സ്വദേശിനിയായ ഒരു 5 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയും ഒപ്പം തന്നെ കണ്ണൂർ സ്വദേശിനിയായ 13-കാരിയും കഴിഞ്ഞ ദിവസം മരണപ്പെട്ടിരുന്നു. ഒരാൾ മുന്നിയൂർ പുഴയിൽ കുളിച്ചതാണെങ്കിൽ മറ്റ് കണ്ണൂർ സ്വദേശിനിയായ പെൺകുട്ടി ഒരു പൂളിൽ കുളിച്ചതുമായി ബന്ധപ്പെട്ടാണ് രോഗം പടർന്നത്. ഇപ്പോൾ അച്ഛൻകുളത്തിൽ കുളിച്ച ഒരു 12 വയസ്സുകാരനാണ്, ഇരുമൂളിപ്പുറമ്പ് സ്വദേശിയായ 12 വയസ്സുകാരനാണ് ഇപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്തായാലും ആരോഗ്യവകുപ്പ് കടുത്ത ജാഗ്രതാ നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്. അതിനി ഒന്നുകൂടി ശക്തമാക്കും.